അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. ആ പുണ്യമായ ദുആ നമ്മൾ പറയാറുണ്ട്. അതോടൊപ്പം തന്നെ അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ, ആ ഒരു പുണ്യമായ ദിക്ർ. അതോടൊപ്പം തന്നെ ഒരു ഇസ്മ നമ്മൾ മറന്നു പോകരുത്. അല്ലാഹുവിന്റെ റഹ്മാനിയത്തും റഹീമിയത്തും എടുത്തെടുത്ത് ചോദിക്കുന്ന ഒരു ഇസ്മാണ് യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, ഇർഹംനാ യാ അല്ലാഹ്. അതൊരു ദുആയാണ്. മഹത്തുക്കൾ പറയുന്ന ഒരു വാചകമാണ്. റമളാനിന്റെ ആദ്യത്തെ പത്തിൽ എന്തായാലും നമ്മൾ പറഞ്ഞിരിക്കണം. റമളാനിന്റെ ആദ്യത്തെ പത്തിൽ അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ എന്ന ദുആ നമ്മൾ പറയാറുണ്ട്. അതോടൊപ്പം തന്നെ യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, ഇർഹംനാ യാ അല്ലാഹ്. അല്ലെ, വലിയൊരു എന്താണ് തേട്ടമാണത്. റഹ്മാനായ റഹീമായ അല്ലാഹ്, ഇർഹംന, ഞങ്ങൾക്ക് നീ കരുണ ചെയ്യണേ. എന്ന് പറഞ്ഞേ യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, ഇർഹംനാ യാ അല്ലാഹ്. ഒന്നുകൂടി യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, ഇർഹംനാ യാ അല്ലാഹ്. ഇതൊരു ദുആയാണ്. അപ്പം ബാക്കി റമളാനിന്റെ ദിക്റുകളും ദുആകളൊക്കെ പറയുന്നതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ രണ്ട് ഇസ്മുകൾ ചേർത്തിട്ടുള്ള ഈ അത്ഭുതമായ ദുആയും നമ്മൾ മറന്നു പോകാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് റമളാനാണ്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ഇബാദത്തിന്റെ കാര്യം, നമ്മുടെ ഭക്ഷണത്തിന്റെ കാര്യം, നാവിന്റെ കാര്യം ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. പിന്നെ എന്താണ് മറ്റുള്ളവരുള്ള പെരുമാറ്റം, പിണക്കങ്ങളൊക്കെ മാറ്റി എല്ലാം റാഹത്താക്കുക. ഒരു നല്ലൊരു പുതിയൊരു ജീവിതം നമ്മൾ തുടങ്ങുകയാണ് ഇൻഷാ അല്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ റമളാൻ നമുക്ക് അനുകൂലമാക്കി തരുമാറാവട്ടെ. എല്ലാ നന്മകളും റമളാനിൽ എന്തെല്ലാം ശ്രേഷ്ഠതകളും മഹത്വങ്ങളും ഒരുപാട് പ്രതിഫലങ്ങളൊക്കെ ഉണ്ട്, അത് മുഴുവനും അല്ലാഹു തആല നമുക്ക് തരട്ടെ. റമളാനിലെ നോമ്പ് കൊണ്ട് അല്ലാഹു തആല പ്രധാനമായി ഉദ്ദേശിക്കുന്നത് തഖ്വയാണ്, സൂക്ഷ്മതയാണ്. അല്ലാഹു തഖ്വയുള്ളവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.